കൊളറാഡോയിലെ സിനിമാ തിയേറ്ററിൽ നടന്ന വെടിവയ്പിൽ 12 മരണം. തോക്കുകളുമായി വന്ന അക്രമി സിനിമ കണ്ടുകൊണ്ടിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൊളറാഡോയിലെ അറോറ പ്രദേശത്തെ ഒരു സിനിമാ തിയേറ്ററിൽ നടന്ന വെടിവയ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഗ്യാസ് മാസ്ക് ധരിച്ചെത്തിയ അക്രമി നിരപരാധികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ബാറ്റ്മാൻ സീരീസിലെ പുതിയ ചിത്രമായ ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന ചിത്രം കണ്ടുകൊണ്ടിരുന്നവർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഈ വെടിവയ്പിൽ 59 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന് ഉത്തരവാദിയായ വ്യക്തിയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശം അക്രമത്തിന് ഉപയോഗിച്ചിരുന്ന 2 തോക്കുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്നും വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ശേഖരവും അധികൃതർ കണ്ടെത്തി. 10 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിലുമാണ് മരണപ്പെട്ടത്. ബോംബ് പൊട്ടിച്ച് പുകമറ സൃഷ്ടിച്ച ശേഷമായിരുന്നു ഇയാളുടെ അക്രമമെന്ന് ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് അക്രമം നടന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തിൽ മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് പ്രസിഡന്റ് ഒബാമ തന്റെ 2 ഇലക്ഷൻ പ്രചരണ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ റോംനി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരിപാടികളും തടസ്സമില്ലാതെ നടക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. 12 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് ഉത്തരവാദി ജെയിംസ് ഹോംസ് എന്ന 24-കാരനാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.